സ്നേഹമുള്ളവരെ, ആദ്യമായി തന്നെ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ഉത്തരീയ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. കർമ്മിത സഭയെക്കുറിച്ച് പറയുമ്പോൾ മറ്റു സഭകൾക്കില്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. ആദ്യമായി തന്നെ എല്ലാ സഭകൾക്കും അവരുടെ സ്ഥാപകൻ അല്ലെങ്കിൽ സ്ഥാപക ഈശോയ്ക്ക് ശേഷം വന്നവരാണ്. എന്നാൽ കർമ്മലിത സഭയുടെ സ്ഥാപകൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയ്ക്ക് മുമ്പേ ജീവിച്ച 860 വർഷം മുമ്പ് ജീവിച്ച ഏലിയ പ്രവാചകൻ എന്നാണ് പറയുന്നത്. കർമ്മല സഭയുടെ സ്ഥാപക ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർമ്മല മാതാവാണ്. അതുകൊണ്ട് കർമ്മല മല, ഏലിയ പ്രവാചകൻ, കർമ്മല മാതാവ്, ഉത്തരീയ ഭക്തി, ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴേ ഇതിൻ്റെ ചരിത്രം പൂർത്തിയാവുകയുള്ളൂ. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഏലിയ പ്രവാചകൻ്റെ എല്ലാ ജീവിതമെല്ലാം നാം കാണുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിലാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് കർമ്മല മലയിലാണ്. അത് 860 വർഷം മുമ്പ്. അതിനുശേഷം പിന്നെ കർമ്മല മലയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടിലാണ്. അതായത് ഇത്രയും നാൾ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്നാൽ അതിനെക്കുറിച്ച് ഉള്ള ചില അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് വിജാതീയരിൽ നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ 510 BC ഈ കർമ്മല മലയിൽ അന്നത്തെ തത്വചിന്തകനായിരുന്ന പൈതഗോറസ് അവിടെ വന്ന് കുറേ നാൾ താമസിച്ചുവെന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം 69 AD അന്നത്തെ റോമൻ സെനറ്ററും ചരിത്രകാരനുമായ കോർണേലിയസ് താച്ചിത്തുസ് ഈ കർമ്മല മലയിൽ വന്ന് അല്പസമയം ചെലവഴിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കർമ്മല മല ഒരു വിശുദ്ധ സ്ഥലമാണ്. അവിടെ ദേവാലയമില്ല, രൂപങ്ങളില്ല, പക്ഷേ ഒരു ബലിപീഠമുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം നാം കാണുന്നത് 300 AD യാംബ്ലിക്കോസ് എന്ന സിറിയയിൽ നിന്നുള്ള ഒരു തത്വചിന്തകനാണ്. അദ്ദേഹവും അവിടെ കുറച്ച് പേർ അവിടെ താമസിക്കുന്നുണ്ട്, സന്യാസികളായിട്ട് താമസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നാം കാണുന്നത് 570 AD ഇറ്റലിയിലെ പച്ചേൻസ എന്ന സ്ഥലത്ത് വന്നിരിക്കുന്ന ഒരു യാത്രികൻ അവിടെ കുറച്ച് സന്യാസികളെ, ഏലിയ പ്രവാചകൻ്റെ സന്യാസികളെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം വരുന്നത് 1163 പ്രധാന പുരോഹിതനായ ഒരു റബ്ബൈ ബെഞ്ചമിൻ ഓഫ് ടുഡേല എന്ന് പറയുന്ന ആൾ അവിടെ ഒരു ക്രിസ്തീയ ഒരു ചാപ്പൽ, ഒരു ചെറിയ ദേവാലയം കണ്ടതായിട്ട് പറയുന്നുണ്ട്. അവസാനമായിട്ട് നാം കാണുന്ന അറിവ് 1185 ഗ്രീക്കിൽ നിന്നുള്ള ഒരു സന്യാസി, പേര് ജോൺ ഫോക്കസ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കുറച്ച് സന്യാസികളെ കർമ്മല മലയിൽ കണ്ടുമുട്ടി. അവരുടെ കൂട്ടത്തിൽ ബെർത്തോൾഡ്, ഇറ്റലിയിലെ കലാബ്രിയയിൽ നിന്നുള്ള ബെർത്തോൾഡ് എന്നൊരാളുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് വിശുദ്ധ പാട്രിയാർക്കായ വിശുദ്ധ ആൽബർട്ടിൻ്റെ വരവ്. വിശുദ്ധ ആൽബർട്ട് ജെറുസലേമിലെ പാട്രിയാർക്കായിട്ട് നിയമിതനായത് 1206 മുതൽ 1114 വരെയാണ്. ഈ സമയത്താണ് ആദ്യമായും ഈ സന്യാസികളെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇദ്ദേഹം ഇവർക്കായിട്ട് ഒരു നിയമാവലി എഴുതി, 21 നിയമങ്ങൾ എഴുതിയ ഒരു നിയമാവലി എഴുതി. അങ്ങനെ ഇവരെ ഒരു പേര് നൽകി. അതിലൊരാളെ അതിൻ്റെ നായകനായിട്ട് നിയമിച്ചു. അത് ബ്രദർ ബ്രൊക്കാർഡാണ്. അങ്ങനെ ഇവരെ ഫ്രയേഴ്സ് ഓഫ് മൗണ്ട് കാർമൽ, അതായത് കർമ്മല മലയിലെ സഹോദരന്മാരെന്ന പേരിൽ അവരെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും നാൾ സഭയിലെ അംഗങ്ങളായിരുന്നില്ല ഇവർ, കാരണം അവർ സന്യാസ ജീവിതം നയിച്ചിരുന്നു. പക്ഷേ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ആ സമയത്താണ് ഉണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത് 1096 മുതൽ 1291 വരെ സഭയിലെ കുരിശുയുദ്ധത്തിൻ്റെ കാലമാണ്. ധാരാളം പേർ കുരിശുയുദ്ധത്തിനായിട്ട് വിശുദ്ധ നാട് വീണ്ടും രക്ഷിച്ചെടുക്കാനായിട്ട് വിശുദ്ധ നാട്ടിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. 8 കുരിശുദ്ധ യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുരിശുയുദ്ധങ്ങളിൽ വന്നിരുന്നവർ ആദ്യത്തെ കുരിശുയുദ്ധങ്ങളെല്ലാം യഥാർത്ഥ യുദ്ധങ്ങളായിരുന്നു. പിന്നീടെല്ലാം ഉടമ്പടിയായി, സന്ധി സംഭാഷണമായി, അങ്ങനെ അവസാനത്തെ കുരിശുയുദ്ധങ്ങളൊന്നും അധികം മനുഷ്യരക്തം ചൊരിഞ്ഞിട്ടില്ല.
ഈ കുരിശുയുദ്ധത്തിന് വന്ന പലരും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാതെ, അതായത് യൂറോപ്പിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ, പ്രത്യേകിച്ച് ഈ കർമ്മല മലയിൽ തങ്ങിയെന്ന് അറിവുണ്ട്. അതിന് കാരണം അന്ന് മധ്യ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസം എന്ന സിസ്റ്റമുണ്ട്. അതായത് അതോടൊപ്പം തന്നെ ഓരോ വീട്ടിലും ഒരു പ്രത്യേക നിയമമുണ്ട്. പ്രീമോജെനിത്തൂര നിയമം എന്നാണ് പറയുന്നത്. ആ നിയമം അനുസരിച്ച് മൂത്ത ആൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ബാക്കിയുള്ളവർ സാധാരണയായിട്ട് ബാക്കിയുള്ള പുരുഷന്മാർ ഒന്നില്ലെങ്കിൽ അവർ സൈന്യത്തിൽ ചേരും, അല്ലെങ്കിൽ അവരേതെങ്കിലും സന്യാസഭകളിൽ ചേരും. ഇങ്ങനെയുള്ളവരാണ് കൂടുതലും കുരിശുയുദ്ധത്തിനായിട്ട് വിശുദ്ധ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അതിൽ പലരും തിരിച്ചു പോകാതെ ഇവിടെ തന്നെ ഈ സന്യാസികളോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് 12-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു സന്യാസ സമൂഹമുണ്ടെന്ന് അറിവ് വന്നതും ആ സന്യാസ സമൂഹത്തെ പാട്രിയാർക്കായ വിശുദ്ധ സെൻറ്റ് ആൽബർട്ട് സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് വീണ്ടും ഒരു പേരുമാറ്റം കൊടുക്കുകയാണ്. അത് 1247 അവരെ കർമ്മല മാതാവിൻ്റെ സഹോദരന്മാർ എന്ന് ഒരു പേര് മാറുന്നു. അപ്പോൾ ഈ സമയത്ത് ഉള്ള സമയം, അതിനുശേഷമുള്ള സമയം എങ്ങനെയാണ് ഈ പഴയ നിയമത്തിലെ ഏലിയാ പ്രവാചകനെയും പുതിയ നിയമത്തിൽ നാം കാണുന്ന ഈ പുതിയ നിയമത്തിൻ്റെ സമയത്ത് കാണുന്ന സമയത്തുള്ളവരെയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കും? അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആകെയുള്ള തെളിവുകൾ എല്ലാം വിജാതീയരായിട്ടുള്ള തെളിവുകളാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് ഏറ്റവും വലിയൊരു തെളിവാണ് കുരിശുദ്ധത്തിന് അന്ന് വിശുദ്ധ നാട്ടിലേക്ക് വന്ന 1250 വിശുദ്ധ നാട്ടിലേക്ക് വന്ന ഫ്രാൻസിലെ കിങ് ലൂയിസ് 9 രാജാവ്. ഇദ്ദേഹം 2 കുരിശുദ്ധത്തിൽ പങ്കെടുത്തു. 2ാമത്തെ കുരിശുദ്ധത്തിൽ അദ്ദേഹം ഇസ്രായേലിൽ വെച്ച് തന്നെ മരിക്കുകയാണ്, കോളറ വന്ന്. ഈ കുരിശുദ്ധത്തിൽ പങ്കെടുത്ത ഈ രാജാവിനെ പിന്നീട് സഭ ഏതാണ്ട് 30 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ കുരിശുദ്ധത്തിൽ പങ്കെടുത്ത ഏക വിശുദ്ധനായിട്ടുള്ള ഒരു രാജാവ് കിങ് ലൂയിസ് 9 ഫ്രാൻസിലുള്ള. ഇദ്ദേഹം 1250 ആക്ര എന്ന സ്ഥലത്ത്, അതായത് ഇന്നത്തെ കർമ്മല മലയുടെ താഴെ ഹൈഫ, അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ എതിർഭാഗത്തുള്ള സ്ഥലമാണ് ആക്ര എന്ന സ്ഥലം. അവിടെയാണ് തുറമുഖം. കുരിശുദ്ധത്തിന് വന്ന എല്ലാവരും മിക്കവാറും അവിടെ വന്ന് തുറമുഖത്തിറങ്ങി അവിടെ നിന്ന് കരവഴിയാണ് അവർ യുദ്ധത്തിന് പോയിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹം അവിടെയുള്ള കർമ്മല മലയിലെ സന്യാസികളെ സന്ദർശിച്ചതായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് പഴയ ഏലിയാ പ്രവാചകനെയും അന്നത്തെ കാലത്തെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനുള്ള ഏറ്റവും വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം എഴുതുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സന്യാസികളുടെ അറിയപ്പെട്ടിരുന്നത് കർമ്മല മാതാവിൻ്റെ സഹോദരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മറ്റൊരു പറയുന്നുണ്ട്, ഇവർ ഏലിയാ പ്രവാചകൻ്റെ പുത്രന്മാരാണ്. ഏലിയാ പ്രവാചകൻ്റെ സമയം തുടങ്ങി അവർ കർമ്മല മലയിലുണ്ട്. അവരുടെ സാന്നിധ്യം നിലനിന്നു പോകുന്നു. അത് തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് കൈമാറിപ്പോകുന്നു. ഏലിയാ പ്രവാചകൻ അവർക്കൊരു കാര്യം നിർദ്ദേശിച്ചിരുന്നു. അതായത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു മാർമികത്തെക്കുറിച്ച്. അവിടെ പറയുന്ന, ആ പുസ്തകത്തിൽ പറയുന്നത് കാലിൻ്റെ രൂപമുള്ള, പാദത്തിൻ്റെ ആകൃതിയുള്ള കാർമേഘം എന്നൊന്നാണ്. ഈ കാർമേഘം വരുവാനിരിക്കുന്ന രക്ഷകൻ്റെ അമ്മയുടെ വരവിനെ കുറിച്ചാണ് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ കാണുന്നത് ആ അമ്മയുടെ വരവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ്. ആ പാരമ്പര്യം തുടർന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ രക്ഷകൻ്റെ അമ്മയുടെ ജനനം ഇവരാഘോഷിക്കുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും പറയുന്ന മറ്റൊരു സത്യകാര്യമായിട്ടുള്ള വിവരണം കൂടിയുണ്ട്. അതായത് മാതാവ് ജനിച്ചു കഴിഞ്ഞ് തൻ്റെ കുടുംബം ആരംഭിച്ചു. അവസാനം നമുക്കറിയാം ആ തിരുക്കുടുംബത്തിന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഈജിപ്തിൽ നിന്ന് അവർ തിരിച്ചു വന്നപ്പോൾ, 7 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ കർമ്മല മലയിലെത്തി വിശുദ്ധ കുടുംബം, തിരുക്കുടുംബം ഈ സന്യാസിമാരെ കണ്ടു എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അതിനുശേഷം ആണ് മാതാവിൻ്റെ സ്തുതിക്കായിട്ട്, മാതാവിൻ്റെ മരണശേഷം മാതാവിൻ്റെ സ്തുതിക്കായിട്ട് ഒരു ദേവാലയം അവിടെ പണിതു എന്ന് പറയുന്നത്. ഇതാണ് പഴയ നിയമത്തിലെ ഏലിയാ പ്രവാചകനെയും ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്നുള്ള കർമ്മല സഭയും ബന്ധിപ്പിക്കുന്ന ഏക വിവരണവും അറിവുകളും. അതിനുശേഷം നാം കാണുന്നത് ഈ സഭ പെട്ടെന്ന് വളരുന്നു.
വളർന്നു വരുന്നതോടൊപ്പം തന്നെ അവിടെ ആ സഭയിലേക്ക് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് മുസ്ലിങ്ങളുടെ ആക്രമണം. ഇസ്രായേലും അന്നത്തെ വിശുദ്ധ നാടും എല്ലാം മുസ്ലിങ്ങളുടെ ആക്രമണത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെ 1238 തുടങ്ങി ഈ സഭയിലുള്ളവർ യൂറോപ്പിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങുന്നു. യൂറോപ്പിലേക്ക് അവരുടെ ജീവിതം മാറ്റുന്നു, അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അത് മുതലാണ് നമുക്ക് മറ്റൊരു വിശേഷം ഒരു ഭാഗം കാണുന്നത്. അതായത് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഇവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അതിനിടയിലാണ് നമ്മളുടെ ഉത്തരീയ ഭക്തി വരുന്നത്. ഇവർ 1254 ഈ ലൂയിസ് 9 രാജാവ് തന്നെ ഈ കൂട്ടത്തിൽ നിന്ന് 6 പേരെ ഫ്രാൻസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരുന്ന റിച്ചാർഡ് ഗ്രേ, വില്യം ജെസ്റ്റി, ഈ 2 പേരും അവർ യോദ്ധാക്കളായിരുന്നു. അവരും കുറച്ച് സന്യാസികളെ ഇംഗ്ലണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മുസ്ലിങ്ങളുടെ ആക്രമണം ഭയന്നിട്ട് അത് കാരണം ആദ്യമായി തന്നെ കർമ്മലീത്തർ നീങ്ങിയത് സിറിയയിലേക്കാണ്. അവിടെ ഫൊർത്താമി എന്ന സ്ഥലത്താണ്. പക്ഷെ അവിടെയും മുസ്ലിങ്ങൾ അവരെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ സിസിലിയിലെ മെസ്സീന എന്ന സ്ഥലത്തേക്ക് വരുന്നു. കുറച്ച് പേർ ഫ്രാൻസിലെ മർസെൽ എന്ന സ്ഥലത്തേക്ക് വരുന്നു. കുറച്ച് പേർ ഇറ്റലിയിലെ ജേനവ, ലിഗൂറിയ പ്രോവിൻസിലുള്ള ജേനവ എന്ന സ്ഥലത്തേക്ക് വരുന്നു. മറ്റു കുറച്ച് പേര് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന 2 സ്ഥലമാണ് എയിൽസ്ഫോർഡും ഹൾന എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ സ്ഥലത്ത് അവരവരുടെ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ പരിപൂർണമായിട്ടും അവർക്ക് ആ കർമ്മല മലയും അവരുടെ ആ എല്ലാം ആശ്രമം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോരേണ്ടി വന്നു. കാരണം അവിടെ ഒരു കൂട്ടക്കൊല നടന്നു, എല്ലാം കത്തിച്ച് നശിപ്പിച്ചു. അപ്പം ഇങ്ങനെ വന്ന് സഭ യൂറോപ്പിലേക്ക് വരികയാണ്. പക്ഷേ യൂറോപ്പിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം ഒന്നാമത്തെ ബുദ്ധിമുട്ട് ഈ കർമ്മല മലയിലെ ഈ സഹോദരങ്ങളുടെ വസ്ത്രം തന്നെയായിരുന്നു. കാരണം അന്നത്തെ ഇതനുസരിച്ച് വസ്ത്രം എന്ന് പറയുന്നത് സാധാരണ എടുക്കുന്ന ഒരു ട്യൂണിക്ക്, അതിൻ്റെ ശേഷം അവർക്കൊരു ബെൽറ്റുണ്ട്, അതാണ് സാധാരണമായിട്ടുള്ള വസ്ത്രം. ഇനി പ്രത്യേക അവസരങ്ങളിൽ അവരൊരു കപ്പൂസ് ഉപയോഗിക്കും, അതായത് തല മൂടുന്നതും തോൾ മൂടുന്നതുമായിട്ടുള്ള ഈ വസ്ത്രം. അതിനുശേഷം അവരൊരു മേലങ്കി ധരിക്കും. ആ മേലങ്കിക്ക് കാപ്പി നിറമാണ്, പക്ഷെ അതിൽ വെള്ളവരകളുണ്ട്. 7 വെള്ളവരകൾ. 7 വെള്ളവരകൾ പശുതാത്മാവിൻ്റെ 7 ദാനങ്ങളെ സൂചിപ്പിക്കാനായിരുന്നു. പക്ഷേ ഈ വിചിത്രമായിട്ടുള്ള ഈ ഒരു വസ്ത്രം, ഈ മേലങ്കി, അതുകൊണ്ടാണ് അവരെപ്പോഴും പുറത്തു പോയിരുന്നത് യൂറോപ്പിൽ വന്നപ്പോഴും. അതുകൊണ്ട് പലർക്കും അതൊരു അരോചകമായിട്ട് തോന്നി. ചിലർ പറഞ്ഞു അത് തടവ് പുള്ളികളുടെ വസ്ത്രമാണെന്ന് വരെയും പറഞ്ഞു. പിന്നീട് സെയിൻറ്റ് ആൽബർട്ടിനെ കുറിച്ച് അവർക്ക് അധികം അറിയില്ല. കാരണം അന്നത്തെ കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്ന എല്ലാ ആധ്യാത്മികതയും വിശുദ്ധ അഗസ്തീനോസിൻ്റെ ആയിരുന്നു. മൂന്നാമതായിട്ട് ഇവർക്ക് പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാനുണ്ടായി. അങ്ങനെ ഇവർക്ക് ഒരു സ്വീകാര്യത ഇല്ലാത്ത സമയത്താണ് നമ്മൾ കാണുന്നത് വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ വരവ്. സൈമൺ സ്റ്റോക്ക് 1239 സഭയുടെ ജനറലാകുകയാണ്. അതേസമയം തന്നെ സഭയിൽ നേരിടുന്ന പ്രശ്നങ്ങളെയും കാരണം അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായി. അങ്ങനെ അദ്ദേഹം 1251 രാജിവെച്ചു. അദ്ദേഹം ആ ഉള്ളിൽ തന്നെ എതിർപ്പ് കാരണം രാജിവെച്ച് അദ്ദേഹം കേംബ്രിഡ്ജിനടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് കുടികൊള്ളുകയാണ്, നീങ്ങുകയാണ്. ഇവിടെ അദ്ദേഹം വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, പ്രിയ മകനെ, എൻ്റെ വസ്ത്രം നീ സ്വീകരിക്കുവിൻ. ഈ വസ്ത്രം നിനക്കും നിൻ്റെ കൂടെയുള്ള കർമ്മലീത്തർക്കും ഒരു പ്രത്യേക പരിഗണനയുടെ വസ്ത്രമാണ്. ഇത് ധരിച്ച് ആരെങ്കിലും മരിച്ചാൽ അവൻ നിത്യ അഗ്നിയിൽ പോവുകയില്ലെന്നാണ് പറയുന്നത്. ഇതാണ് 1251 ജൂലൈ 16 സൈമൺ സ്റ്റോക്കിൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ വാഗ്ദാനം നൽകുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു ഭക്തി വളരുന്നതായിട്ട് നാം കാണുന്നത്. എതിർപ്പുകൾ ആദ്യം തന്നെ ഉണ്ടായില്ല. ഹെൻറി 3 രാജാവ് തന്നെ ഇവർക്ക് വേണ്ട സംരക്ഷണം നൽകാൻ തുടങ്ങി. അതിനുശേഷം 1287 ആയപ്പോഴേക്കും സഭാവസ്ത്രം, ഈ വരകളുള്ള സഭാവസ്ത്രം മാറ്റി സഭാവസ്ത്രം എല്ലാം പൂർണ്ണമായിട്ടും അത് ബ്രൗൺ നിറത്തിലാക്കി. അങ്ങനെയെല്ലാം വന്നപ്പോഴേക്കും സഭ വളരാൻ തുടങ്ങി. ഇതോടൊപ്പം തന്നെ കർമ്മലീത്ത 3-ാം സഭ, അതായത് ഉത്തരീയ സഭയും വളരാൻ തുടങ്ങി. ഇതിങ്ങനെയുള്ള സമയത്ത് നാം കാണുന്നത് ഒരു കാര്യം കൂടി പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. മാതാവ് എന്ത് വസ്ത്രമാണ് കൊടുത്തത്? മാതാവ് കൊടുത്തത് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ സ്കാപ്പുലർ അല്ല,
ഈ കപ്പൂസാണ്. കപ്പൂസ് എന്ന് പറയുന്നത് തോളിൽ രണ്ടും മൂടി കിടക്കും, തലയിലും ഒരു ഹുഡായിട്ട് നിൽക്കും, മുൻപിലും പുറകിലും ഉണ്ടാകും. ഇതാണ് കപ്പൂസ്. ഇത് അന്നത്തെ കാലത്ത് കപ്പൂസ് എന്ന് പറഞ്ഞാൽ അതൊരു സംരക്ഷണത്തിൻ്റെ ഒരു രക്ഷയാണ്. ഇത് ഒരു എലഗൻസിൻ്റെ ഡ്രസ്സാണ്. മറ്റ് പ്രധാനപ്പെട്ട വിശിഷ്ട അവസരങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുവാണ്. ഈ ഒരു കപ്പൂസാണ് പ്രധാനമായിട്ടും മാതാവ് കൊടുത്തതെന്നാണ് പിന്നീടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ ഒരു കാര്യത്തിന്, ഈ ഒരു കപ്പൂസിന് വേണ്ടി മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. കാരണം അന്നത്തെ നിലവിലിടുന്ന ഫ്യൂഡലിസം എന്ന സിസ്റ്റം, അതായത് ജന്മിത്വ അവസ്ഥ അന്ന് യൂറോപ്പിലുണ്ടായിരുന്നു. അതുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം ഫ്യൂഡലിസത്തിൽ അന്ന് രാജാക്കന്മാരും പ്രഭുക്കന്മാരുള്ള സ്ഥലത്ത് ഓരോ പ്രഭുക്കന്മാരും അവർക്കുള്ള സ്ഥലവും എല്ലാം രാജാവിന് അടിയറ വെക്കുന്നു. രാജാവ് ഇന്ന് തിരികെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കൊരു പ്രത്യേക മേലങ്കി കൊടുക്കുന്നുണ്ട്. രാജാവിനൊരു മേലങ്കിയുണ്ട്. അതിനുശേഷം അവർ അയാളെ വിളിക്കുന്നത്, രാജാവിനെ വിളിക്കുന്നത് മൈ ലോഡ് എന്നാണ്, നാഥൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് കർമ്മല മാതാവിൻ്റെ ചിത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, കർമ്മല മാതാവിൻ്റെ ഒരു മേലങ്കിയുണ്ട്. ആ മേലങ്കിയുടെ നിറം വെള്ളയാണ്. അതിനുള്ളിലാണ് ബ്രൗൺ നിറത്തിലുള്ള മാതാവിൻ്റെ വസ്ത്രം. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു നിത്യരക്ഷയുടെ ഒരു പ്രൊട്ടക്ഷൻ, അതായത് മേലങ്കി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അധികാരം, ഉത്തരവാദിത്വം, ആധ്യാത്മികമായിട്ടുള്ള ശക്തി, പ്രവാചക ദൗത്യം, സാന്നിധ്യം, അനുഗ്രഹം, ഇതെല്ലാത്തിനും സൂചിപ്പിക്കുന്നതാണ് മേലങ്കി, പുറങ്കുപ്പായം. ബൈബിളിലും കാണുന്നുണ്ട്. യേശുവിനെ അവർ പരിഹസിക്കുമ്പോൾ, യേശുവിനെ മർദ്ദിച്ച ശേഷം ഒരു പുറങ്കുപ്പായം ഇട്ട്, രാജാവിന് തുല്യമായിട്ട് പുറങ്കുപ്പായം ഇട്ടു എന്നാണ് പറയുന്നത്. ഏലിയ പ്രവാചകൻ തൻ്റെ പുറങ്കുപ്പായമാണ് എലീസായ്ക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പുറങ്കുപ്പായം എന്ന് പറയുന്നത് അത് അന്നത്തെ ആ ഒരു വിശിഷ്ട വ്യക്തിയുടെ അവസരത്തെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർമ്മല മാതാവിൻ്റെ സഭാമക്കളിൽ നിന്നാണ് ആദ്യമായിട്ട്, പ്രത്യേകിച്ച് വിശുദ്ധ നാട് കർമ്മല സഭയിൽ ആയിരുന്ന കർമ്മലമാരിൽ വെച്ച് തന്നെ അന്നത്തെ അവർ മാതാവിനെ വിളിച്ചിരുന്നത് ദോമിന എന്നാണ്. ദോമിന എന്ന് പറഞ്ഞാൽ നാഥ, അതായത് കുലീനയായ വനിത എന്നാണ്. ഈ വനിത എന്ന പ്രയോഗം, ദോമിന എന്ന പ്രയോഗം ആദ്യമായിട്ട് സഭാ ചരിത്രത്തിൽ കാണുന്നത് 209 അന്ന് സഭാപിതാവായ തെർത്തൂലിയൻ സഭയെ ദോമിന മാതർ എക്ലേസിയ എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് ലേഡി മദർ ചർച്ച്. ലേഡി എന്ന് പറഞ്ഞാൽ ഉന്നത കുലജാത. അപ്പോൾ മാതാവിനെ ആദ്യമായിട്ട് ലേഡി എന്ന് വിളിച്ചത് കർമ്മലിത്തരാണ്. ഇന്നിപ്പോൾ അവരുടെ വേളാങ്കണ്ണി, അവരുടെ ലൂർദ്, അവരുടെ ഫാത്തിമ, അവരുടെ ഫ്രാൻസം, അവരുടെ സ്നോ എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഈ ലേഡി എന്നുള്ള ഈ വിശേഷണം അത് കർമ്മലിത്തരുടെ സ്വന്തമാണ്. അവരാണ് ഈ വിശേഷണം കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും 209 തന്നെ മാതാവിനെ ദൈവത്തിൻ്റെ അമ്മയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ ലേഡി എന്ന് പറയുന്ന ആ ഒരു വിശേഷണം അത് കർമ്മലിത്തരുടെ സ്വന്തമാണ്, അവരുടെ സംഭാവനയാണ്. ഇതോടൊപ്പം തന്നെ നാം കാണുന്നത് ഈ വസ്ത്രം ധരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെ അതിൻ്റെ ചെറിയ രൂപം വ്യാപകമായിട്ട് വരികയാണ്. കാരണം രണ്ട് വശവും ഇത് ഒരു ചെറിയ തട്ടകം പോലെയുള്ള ഉത്തരീയം അത് അങ്ങനെ ഉരുവാക്കുന്നു. പിന്നെ ഈ ഉത്തരീയത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഉത്തരീയത്തിൻ്റെ ഭക്തി നാൾക്കുനാൾ വളർന്നു വരികയാണ്. അതിനുശേഷം അതിരുന്ന എല്ലാ പരിശുദ്ധ പിതാക്കന്മാരും ഈ ഉത്തരീയ ശക്തിയെ വളർത്തുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് ജോൺ 22 മാർപ്പാപ്പ. അദ്ദേഹം ഇതിനുവേണ്ടി ഒരു പ്രത്യേക ബുള്ള് തന്നെ അദ്ദേഹം ഇറക്കി. സങ്തീസ്മൃത് കൂൾമിനെ എന്ന് പറയുന്ന ബുള്ളിൽ അദ്ദേഹം ഒരു കാര്യം കൂടി ചേർത്തു. അതായത് 1322 ഒരു സാധനം കൂടി ചേർത്തു. അതാണ് സബട്ടൈൻ പ്രിവിലേജ്. അതായത് ആദ്യം പറഞ്ഞത്, മാതാവ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ വസ്ത്രം സ്വീകരിക്കുക, ഈ വസ്ത്രം നിനക്കും കർമ്മിത്തർക്കും പ്രത്യേക പരിഗണനയുള്ള വസ്ത്രമാണ്, ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിച്ചാൽ നീ നിത്യ അഗ്നിയിൽ പോവുകയില്ലെന്ന്. എന്നാൽ അന്ന് ജോൺ 22 മാർപ്പാപ്പയ്ക്ക് മാതാവ് മറ്റൊരു ദർശനം നൽകി. എന്നിട്ടാണ് പറയുന്നത്, ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയും എൻ്റെ കർമ്മല വസ്ത്രം ധരിച്ചുകൊണ്ട്, എൻ്റെ ഉത്തരീയം ധരിച്ചുകൊണ്ട് മരിക്കുന്ന എല്ലാവരെയും, അത് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ഞാൻ ശുദ്ധീകരണത്തിൽ ഇറങ്ങി അവരെ രക്ഷിക്കുമെന്ന്. ഈ ഒരു വാക്യം കൂടി ചേർത്തത് പിന്നീടാണ്. അതിൻ്റെ അർത്ഥം ഇത് തീർച്ചയായിട്ടും വളർന്നു വന്ന ഭക്തിയാണ്. ഈ ഭക്തി വിശുദ്ധനിലൂടെ തുടങ്ങിയെങ്കിലും ഓരോ പിതാക്കന്മാർ വരുമ്പോഴും ഓരോ മാർപ്പാപ്പന്മാർ വരുമ്പോഴും ആ ഭക്തിയിൽ അത് കൂടുതലായിട്ട് വളരുകയാണ്. അങ്ങനെ ഈ ഉത്തരീയ ഭക്തി എല്ലാവർക്കുമായിട്ട് തീരുന്നു. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഈ ഉത്തരീയ ഭക്തിയിൽ നമുക്ക് എപ്പോഴും കാണുന്നത്
1316 ജോൺ 22 മാർപ്പാപ്പയുടെ കാലം. അതുമുതൽ 1903 വരെ, അതായത് ലയോ 13 മാർപ്പാപ്പമാർ, 17 മാർപ്പാപ്പന്മാരാണ് ഉത്തരീയ ഭക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് 1910 വിശുദ്ധ 10-ാം പിയൂസ് ഉത്തരീയ ഭക്തി അത് അല്പം കൂടി ലളിതമാക്കി. കാരണം മിഷനിലെല്ലാം ചൂടുള്ള സ്ഥലത്ത്, ഉഷ്ണസ്ഥലത്ത് ജോലി ചെയ്യുന്ന പല മിഷണറിമാർക്കും ഇത് ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു സ്കാപ്പുലർ വരെ ഇതിനു വേണ്ടി ഉണ്ടാക്കി. അതായത് അവരുടെ സ്കാപ്പുലർ മെഡൽ ഉണ്ടാക്കി. അതിൻ്റെ അർത്ഥം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഭക്തി യഥാർത്ഥത്തിലുള്ള ശരിയായിട്ടുള്ള ഭക്തിയാണ്, മാതാവിൻ്റെ ഭക്തിയാണ്. അതോടൊപ്പം തന്നെ നാം കാണുന്നത് 1276, ഏതാണ്ട് 24 വർഷത്തിന് ശേഷം ആണ് സൈമൺ സ്റ്റോക്കിൻ്റെ സമയത്തിന് തന്നെ മരിച്ച ഒരു മാർപ്പാപ്പയാണ് ഗ്രിഗറി 10 മാർപ്പാപ്പ. അന്ന് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഇറ്റലിയിലെ അരേച്ചോ എന്ന സ്ഥലത്താണ്. 1830, അതായത് 554 വർഷം കഴിഞ്ഞിട്ട് ഈ പിതാവിൻ്റെ കല്ലറ തുറക്കുകയാണ്. അന്ന് കല്ലറ തുറന്ന് കണ്ടപ്പോൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കേടുകൂടാതെ കളർ മങ്ങാത്ത, നിറം പോകാത്ത ഒരു ഉത്തരീയം അദ്ദേഹത്തിൻ്റെ തോളിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ കല്ലറ തുറന്നപ്പോഴും ഉത്തരീയം കാണപ്പെട്ടു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ കല്ലറ തുറന്നപ്പോഴും അവിടെ അഴുകാത്ത ഉത്തരീയം ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എല്ലാ വിശുദ്ധരും, പ്രത്യേകിച്ച് എല്ലാ വിശുദ്ധരായിട്ടുള്ള മാർപ്പാപ്പന്മാരും ഈ ഉത്തരീയ ഭക്തിയെ പ്രോത്സാഹിപ്പിച്ചു. ലയോ 13 മാർപ്പാപ്പ പറഞ്ഞത്, മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു നൊവേന തുടങ്ങുക ഉത്തരീയ നാഥയോട്, ഞാനങ്ങനെ ശനിയാഴ്ച മരിക്കട്ടെ എന്നാണ്. അങ്ങനെ മറ്റൊരു വിധത്തിൽ പറയുന്നത്, ലയോ ബെനഡിക്റ്റ് 13 മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് എല്ലാവർക്കും കൂടി ഈ ഉത്തരീയ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു ആയുധമാണ്. ക്രിസ്ത്യാനികളെ നമുക്ക് 2 കാര്യങ്ങളാണ് ഉള്ളത്, വലിയൊരു സന്ദേശവും വലിയൊരു ആയുധവും. വലിയ സന്ദേശം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്, വലിയ ആയുധം എന്ന് പറയുന്നത് മാതാവിൻ്റെ ഭക്തിയാണ്, അതായത് ഉത്തരീയ ഭക്തിയാണ്. അതിൻ്റെ അർത്ഥം ഈ ഉത്തരീയ ഭക്തിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരീയ ഭക്തിയിൽ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉത്തരീയ ഭക്തിയിൽ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം പുണ്യം ചെയ്തവരാണ്, ഭാഗ്യം ലഭിച്ചവരാണ്. കാരണം നമ്മളുടെ ഉത്തരീയ ഭക്തി നമ്മുടെ കേരള ചരിത്രത്തിൽ നാം കാണുന്നത് 1640 2 കർമ്മലിത്ത മിഷണറിമാർ ഗോവയിൽ നിന്ന് കേരളത്തിൽ വരുന്നുണ്ട്. അവർ കുറവിലങ്ങാട് വന്ന് താമസിച്ചു, മാതാവിൻ്റെ സ്ഥലത്ത് വന്ന് താമസിച്ചു. അവർ മിഷണറി പ്രവർത്തനം തുടങ്ങുവാൻ ആഗ്രഹിച്ചെങ്കിൽ സാധിച്ചില്ല. എങ്കിൽ തന്നെയും അവർ അന്ന് ഉത്തരീയ സംഘം അവിടെ തുടങ്ങിയെന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ഉത്തരീയ ഭക്തി കൂടുതലായിട്ട് പ്രചരിച്ചത് 1653 ജനുവരി 3 ശേഷമാണ്. 1653 ജനുവരി 3 ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കൂനംകുരിശ് സത്യപ്രതിജ്ഞ നടന്നത്. ആ ഒരു പ്രതിജ്ഞയിലൂടെ വളരെയധികം സഭയിൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞുപോയി വളരെയധികം വിശ്വാസികൾ. ആ വിശ്വാസികളെല്ലാം തിരികെ കൊണ്ടുവരാനായിട്ട് അന്നുണ്ടായിരുന്ന അലക്സാണ്ടർ 7 മാർപ്പാപ്പ കുറച്ച് കർമ്മലീത്ത മിഷണറിമാരെ കേരളത്തിലേക്ക് അയക്കുകയാണ്. അവരുടെ തലവനായിരുന്നു ജോസഫ് സെബസ്ത്യാനി. അവർ 1660 തന്നെ ഇവിടെ എത്തി. അന്നു മുതൽ ആരംഭിച്ച കർമ്മലീത്ത മിഷണറിമാരുടെ സഭ ഇന്ന് വരെയും ഈ കർമ്മലീത്ത ചൈതന്യം ഉത്തരീയ സഭയുടെ തുടക്കക്കാരാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കർമ്മലീത്ത മിഷണറി മരിച്ചത് 2005 അതായത് ഞങ്ങളുടെ മഞ്ഞുമൽ കർമ്മലീത്ത സഭയിലുള്ള ഫെലിച്ചീസിമോ എന്നുള്ള ഒരു വൈദികനായിരുന്നു. അദ്ദേഹം സ്പെയിനിൽ നിന്ന് വന്നു, ഒരിക്കലും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഇതെല്ലാം ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഭക്തി വളരണം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭയിൽ ഓരോ ക്രൈസ്തവനും, ഓരോ കുട്ടിയും, പെൺകുട്ടിയും ആൺകുട്ടിയും, അവരുടെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് തന്നെ ഉത്തരീയ സഭയിൽ അംഗങ്ങളാകുകയാണ്. അതുകൊണ്ട് ഈ ഉത്തരീയ സഭയിൽ അംഗങ്ങളാകുന്നത് ഏറ്റവും വലിയൊരു പരിഗണന ലഭിച്ചവരാണ് ഇന്നും. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവർ എല്ലാവരും തന്നെ ഉത്തരീയ സഭയിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഉത്തരീയ സഭ ഇത്രമാത്രം പ്രാധാന്യമേറിയത്? നമ്മൾ സാധാരണ വിശുദ്ധരോട് പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധർ നമുക്ക് ഒത്തിരി സഹായം ചെയ്യാറുണ്ട്, അനുഗ്രഹിക്കാറുണ്ട്, അവർ മധ്യസ്ഥരാണ്. ഈ വിശുദ്ധരെല്ലാം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതകാലത്താണ്. എന്നാൽ നമ്മുടെ മരണത്തിന് ശേഷം നമ്മെ സഹായിക്കാനായിട്ട്
രണ്ട് പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഈശോയ്ക്കും മാതാവിനും. അതുകൊണ്ടാണ് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭക്തിയാണ് ഉത്തരീയ ഭക്തി. മാതാവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉത്തരീയം ധരിച്ച് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. ഇത്രയും വലിയൊരു വാഗ്ദാനം വേറെ ആരും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉത്തരീയ ഭക്തി. ഇന്ന് നമ്മൾ ഉത്തരീയ ഭക്തിയുടെ ഈ മാതാവിൻ്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ ഓർക്കുക, ആ മാതാവിൻ്റെ മേലങ്കി ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു സംരക്ഷണമാണ്. ആ സംരക്ഷണത്തിന് കീഴിലാണ് നമ്മൾ. ആ അമ്മയെ നമ്മൾ നാഥ എന്ന വിളിക്കുന്നത്. അതായത് നമ്മുടെ ഉയർന്ന ഒരു വലിയൊരു വിശേഷണമാണ് നമ്മൾ നൽകുന്നത്. ആ നാഥയുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ 1917 ഒക്ടോബർ 13 ഫാത്തിമയിൽ മാതാവ് അവസാനമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കർമ്മലനാഥയായിട്ടാണ്, ഉത്തരീയ നാഥയായിട്ടാണ്. ഉത്തരീയം കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് അന്ന് പ്രത്യക്ഷപ്പെട്ട അവസാനം ഏറ്റവും അധികം നാൾ ജീവിച്ചിരുന്നത് ലുസിയ ആയിരുന്നു. ലുസിയ പോർച്ചുഗലിലുള്ള കോയിംബ്ര എന്ന സ്ഥലത്ത്, അതായത് ഫാറ്റിമയ്ക്ക് അടുത്തുള്ള കോയിംബ്ര എന്ന സ്ഥലത്ത്, അവിടുത്തെ മിണ്ടാമഠത്തിൽ, കർമ്മലിത്ത മിണ്ടാമഠത്തിൽ 2005 വരെ ജീവിച്ചു മരിച്ചു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കർമ്മല ഭക്തി, ഉത്തരീയ ഭക്തി എന്ന് പറയുമ്പോൾ അത് ഒഴിച്ചുകൂടാത്ത ഭക്തിയാണ്. മാതാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഷോർട്ട് കട്ട്, ചെറുവഴി. പക്ഷേ ഇതിലൂടെ ഉണ്ടാകുന്നത് നിത്യജീവനാണ്. അതായത് ഒരു മാതാവ് തൻ്റെ മക്കളോട് എത്രമാത്രം സ്നേഹം കാണിക്കുന്നുവോ, യേശു ആരംഭിച്ച ആ കർമ്മം, ആ രക്ഷപ്പെടുത്തൽ മാതാവ് തൻ്റെ ഉത്തരീയത്തിലൂടെ ഇന്നും തുറന്നുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് ഉത്തരീയം ധരിക്കുമ്പോൾ ഓർക്കുക, ഉത്തരീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഉത്തരീയം ധാരാളമുണ്ട്, പല വിധത്തിലുള്ള ഉത്തരീയങ്ങളുണ്ട്. പക്ഷേ ഞാനിവിടെ പറയുന്നത് കർമ്മലിത്ത ഉത്തരീയമാണ്. കർമ്മലിത്ത ഉത്തരീയത്തിൻ്റെ പ്രത്യേകത അത് കമ്പിളി വസ്ത്രത്തിലായിരിക്കണം ഒരു തട്ട്. ആ തട്ടിൽ ബ്രൗൺ കളറിൽ തട്ടിൽ വൈറ്റ് നിറത്തിലായിരിക്കണം മാതാവിൻ്റെ പടം. മറ്റേ തട്ടിൽ ഒന്നിലെ മാതാവിൻ്റെ പടമോ അല്ലെങ്കിൽ ഉത്തരീയത്തിന് മാതാവ് നൽകിയ ആ വാഗ്ദാനം എഴുതിയിരിക്കണം. പലപ്പോഴും നാം കാണുന്ന ഉത്തരീയം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും എല്ലാം ഉത്തരീയമാണ്. അത് കർമ്മലിത്ത ഉത്തരീയമായിട്ട് കണക്കാക്കുന്നില്ല. ഇനി ഒരു പക്ഷേ ചോദിക്കാം, ഈ ഉത്തരീയം ഇനി വെഞ്ചിരിക്കണോ കഴുത്തിടണമെങ്കിൽ? അങ്ങനെ നിർബന്ധമില്ല. എങ്കിൽ തന്നെയും അവസരം കിട്ടിയാണ് വെഞ്ചിരിപ്പിക്കുക, അത് നല്ലത് തന്നെ. അതുകൊണ്ട് ഈ ഉത്തരീയം എന്ന് പറയുന്ന ഈ ഉത്തരീയം ധരിക്കുമ്പോഴാണ് ഈ മാതാവ് നമ്മോട് ആവശ്യപ്പെട്ട് നമുക്ക് നൽകിയ ഈ വാഗ്ദാനം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തുടർന്നുകൊണ്ട് പോകുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഇന്നും ഈ ഭൂമിയിൽ തുടർന്നുകൊണ്ട് പോകുന്നത് മാതാവിലൂടെയാണ്. ആ മാതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരീയ ഭക്തിയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നതും ജൂലൈ 16 ആചരിക്കുന്നതും. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരീയ ഭക്തിയിൽ ആരെയും വിട്ടുകളഞ്ഞിട്ടില്ല. സന്യസ്തരും വൈദികരും അച്ഛന്മാരും കന്യാസ്ത്രീകളും മാത്രമല്ല, ഈ എല്ലാ ക്രൈസ്തവരും ഉത്തരീയ സംഘത്തിൽ അംഗങ്ങളാണ്. ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്, ഇതൊരു വലിയ തിരിച്ചറിവാണ്. അതുകൊണ്ട് നമ്മൾ കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഉത്തരീയ ഭക്തി കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അവസരം, ഈ ഒരു തിരുനാൾ ആ ഉത്തരീയ ഭക്തിയിലേക്ക് തിരിച്ചു വരുവാനും ആ മാതാവിൻ്റെ ഉത്തരീയത്തിലൂടെ നമ്മുടെ രക്ഷ നമുക്ക് പ്രാപിക്കുവാനുമായിട്ട് ഉള്ള അനുഗ്രഹം നമുക്ക് ദൈവം നൽകുകയാണ്, മാതാവിൽ നന്ദിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ഉത്തരീയ ഭക്തിയിലേക്ക് നമുക്ക് പരിപൂർണമായിട്ട് തിരിച്ചു വരാം. എല്ലാവർക്കും കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു.